നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ നിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ജനപ്രതിനിധികളായ ആളുകൾ വരെ ഇത്തരം കോക്കസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് ഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണ് ഖനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഒരാഴ്ച മുമ്പ് ഉരുണ്ടു വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ 10ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത്. ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു. കുന്നിൻ ചെരുവിൽ ആടുമേച്ചുകൊണ്ടിരുന്ന വയോധികൻ ഓടി മാറിയതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 7 മാസക്കാലത്തിലേറെയായി ജനവാസ മേഖലക്കരികിലെ കുന്നിൻ മുകളിൽ മണ്ണ് ഖനനം തകൃതിയായി പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഭീമൻപാറ താഴേക്ക് ഉരുണ്ടു വീണതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു. ഇതിനിടെയാണ് മന്ത്രി പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. അപകടമുണ്ടായ ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതെന്നും നിയമവിരുദ്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുമാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ അനുവദിച്ച് നൽകാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ പാറ, ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളിൽ ആരോ അയച്ചു തന്നിരുന്നു. ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വീഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോഴാണ് ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം. അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമവിരുദ്ധമായിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കളക്ടറായിട്ടും ചീഫ് സെക്രട്ടറിയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു. മുൻ തൃത്താല MLA VK ചന്ദ്രൻ, തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ, TP മുഹമ്മദ്, ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണിനെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അതേസമയം ഭരണപക്ഷത്തു നിന്നും ഒരു അംഗത്തെ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് UDF അംഗങ്ങൾ. V4 മുന്നണിയുടെ സഹകരണത്തോടെ LDF ആണ് പട്ടാമ്പി നഗരസഭാ ഭരണം കൈയാളുന്നത്. 28 അംഗ നഗരസഭയിൽ LDF-ന് 10ഉം UDF-ന് 11ഉം V4 മുന്നണിക്ക് 6ഉം BJP-ക്ക് 1 സീറ്റുമാണ് ഉള്ളത്. 11 അംഗ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. 11 UDF കൗൺസിലർമാരും ഭരണപക്ഷത്തുനിന്നുള്ള 1 കൗൺസിലറും BJP കൗൺസിലറുമാണ് ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ 28 അംഗ കൗൺസിലിൽ 14 പേർ ഹാജരായെങ്കിൽ മാത്രമേ യോഗം തുടങ്ങാനാവൂ. ഭരണപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നതോടെ കോറം തികയാതെ വരികയും അവിശ്വാസം ചർച്ച ചെയ്യാൻ കഴിയാതെ വരികയുമായിരുന്നു. ഇതോടെയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. 11 അംഗങ്ങളാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതെന്നും എന്നാൽ 12 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്നും UDF കൗൺസിലർമാർ പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ വളരെ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് 11 അംഗങ്ങളായിരുന്നു ഇതുവരെ UDF പക്ഷത്തുണ്ടായിരുന്നത് എങ്കിൽ ഇന്നു മുതൽ അത് 12ആയി മാറിയിരിക്കുന്നു. ഇവിടെ 12 അംഗങ്ങൾ അവിടെ ഒപ്പിട്ടിരിക്കുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് 11 അംഗങ്ങളാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് 13 അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും അവിശ്വാസ പ്രമേയം കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം കൊണ്ട് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നിലവിലെ ഭരണത്തിൽ അതൃപ്തയാണെന്നും അത് അറിയിക്കാനാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നുമായിരുന്നു V4 മുന്നണിയിൽ നിന്നുമുള്ള KT റുക്കിയുടെ പ്രതികരണം. വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് കൗൺസിലറുടെ ഉത്തരവാദിത്തമാണെന്നും ഇരു മുന്നണികളും BJP-ക്ക് ഒരുപോലെയാണെന്നും BJP അംഗം A സുരേഷും പറഞ്ഞു. നോട്ടീസ് തന്നിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി.
ഭരണാധികാരി ജനാധിപത്യ സംവിധാന പ്രകാരം നമ്മൾ മര്യാദ പാലിച്ചുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ കോറം തികയാത്തതുകൊണ്ട് ആ മീറ്റിംഗ് നടന്നിട്ടില്ല. നമ്മളത് അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മളതിന് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് മുന്നണികളും ഭരിച്ചതുകൊണ്ട് നമുക്ക് പട്ടാമ്പി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പ്രതികരിച്ചു. UDF കൊണ്ടുവന്ന ഈ ചെയർപേഴ്സൺ ഭരണസമിതിക്കുമെതിരെയുള്ള അവിശ്വാസം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ LDF V4 എല്ലാ കക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ നേരിട്ടു. തീർച്ചയായും UDF കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് LDF V4 സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അവിശ്വാസത്തെ പരാജയപ്പെടുത്തിയത്. കടയിൽ നിന്നും സാധനം വാങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ ബൈക്കിടിച്ചു മരിച്ചു. വാവന്നൂർ സ്വദേശി ഒരുപ്പാക്കയിൽപ്പടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 50 വയസ്സാണ്. വാവന്നൂർ സ്കൂളിന് സമീപം തിങ്കളാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. സമീപത്തെ കടയിൽ നിന്നും വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ബൈക്ക് യാത്രികനായ രായമംഗലം സ്വദേശിക്കും പരിക്കേറ്റു. SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ തവണ മെയ് 19-നായിരുന്നു ഫലപ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത്. 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 20 വരെ 14 ദിവസങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു. അതേസമയം ഇത്തവണ SSLC പരീക്ഷാ ഫലത്തിൽ വിജയശതമാനം കുറയുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങൾ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം മെയ് 25-നായിരുന്നു ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം. കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ഫലമായാണ് ഈ വർഷം മെയ് 10-നകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനാകുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4,41,120 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,23,736 ആൺകുട്ടികളും 2,17,384 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഏപ്രിൽ 3 മുതൽ 24-ാം തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത്. +1, +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മൊത്തം 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകർ പങ്കെടുത്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ റെഗുലർ വിഭാഗത്തിൽ 27,798-ഉം പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 ഉൾപ്പെടെ ആകെ 29,300 പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 18,297 ആൺകുട്ടികളും 11,003 പെൺകുട്ടികളുമാണ് ഉള്ളത്. 8 ക്യാമ്പുകളിലായി 2,200-ഓളം അധ്യാപകരും മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരിയിൽ തണത്തറ പാലത്തിന് സമീപം വൻ തീപിടുത്തം. വാഴത്തോട്ടം ഉൾപ്പെടെ 3 പറമ്പുകളിലേക്കും നെൽപ്പാടത്തേക്കും തീ പടർന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു റോഡരികിൽ ആദ്യം തീ പിടിച്ചത്. തുടർന്ന് തീ സമീപത്തെ വാഴത്തോട്ടത്തിലേക്കും പടർന്നു പിടിച്ചു. തോട്ടത്തിലെ 70-ലധികം വരുന്ന വാഴകൾ പൂർണ്ണമായും അഗ്നിക്കിരയായി. ഇവിടെ നിന്നും തീ സമീപത്തെ തെങ്ങിൻ പറമ്പിലേക്കും തൊട്ടടുത്ത മറ്റൊരു വ്യക്തിയുടെ പറമ്പിലേക്കും പടർന്നു പിടിച്ചു. പറമ്പിലെ മാലിന്യം തള്ളിയിരുന്ന ഉപയോഗശൂന്യമായ കിണറിലേക്കും തൊട്ടടുത്ത നെൽപ്പാടത്തിനും തീ പിടിച്ചു. നാട്ടുകാർ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും തീ അണയ്ക്കാനായില്ല. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ജനവാസ മേഖലകളിലേക്ക് തീ പടർന്നു പിടിക്കാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00.
മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജൈവ വൈവിധ്യ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത്. വട്ടനാട് സ്കൂളിലെ ആർ പുണ്യ, ചാലിശ്ശേരി സ്കൂൾ വിദ്യാർത്ഥി KR ശിവാനന്ദ്, കൂടല്ലൂർ സ്കൂളിലെ KN നിഹാരിക, കല്ലടത്തൂർ സ്കൂളിലെ ഫൈസാൻ മുഹമ്മദ് എന്നിവർ മത്സരത്തിൽ വിജയികളായി. ബ്ലോക്ക് തല മത്സരത്തിൽ വിജയികളായ 4 വിദ്യാർത്ഥികൾക്ക് മെയ് 10 നടത്തുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം. ജില്ലാതലത്തിൽ വിജയികളാവുന്ന 4 പേർക്ക് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വേൾഡ് ഫണ്ടിന്റെയും ജൈവവൈവിധ്യ ബോർഡിന്റെയും വിദ്യാകിരണ മിഷന്റെയും സഹകരണത്തോടെ അടിമാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൂന്നാറിലും സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. സംസ്ഥാന പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടാതെ 2024 ഡിസംബർ മാസത്തിൽ നടക്കുന്ന ദേശീയ പരിസ്ഥിതി കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്. CCTV ന്യൂസ് തൃത്താല. KT റുഖിയുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് V4 മുന്നണി നേതാവ് TP ഷാജി വ്യക്തമാക്കി. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും TP ഷാജി പറഞ്ഞു. ഈ V4 പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഒരു മുനിസിപ്പൽ സീറ്റിന്റെ വിഷയം വന്ന സമയത്ത് ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തി. അതിൽ എന്നെ അല്ലെങ്കിൽ റുഖ്യാനൊക്കെ അതിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. സാധാരണ കുറേ പ്രവർത്തകർ കൂടി ചേർന്നിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. ആ കൂട്ടായ്മക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഞങ്ങൾ നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്. അപ്പോൾ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള നടപടി ഉണ്ടാവും. കാരണം ഒരു സ്വതന്ത്ര അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി മാറ്റം ഉണ്ടാവുകയോ ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ല, V4 മുന്നണി ഇല്ല എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരല്ലോ. കാരണം ഞങ്ങൾ 6 അംഗങ്ങളുള്ള V4 സഖ്യം ഇടതുപക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേതെങ്കിലും ഒരു മെമ്പർ മാറി നിന്ന് സഖ്യം ഇല്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി അറിയിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പല സമയത്തും ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഇപ്പം ഞാനും റുഖ്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെറുപ്പകാലം മുതൽ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. പല സമയത്തും ഞങ്ങൾ അവരോട് സംസാരിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ചില നേതാക്കളോട് മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഞങ്ങളിതിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവർ പല സമയത്തും ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരെ ഇന്നും ഞങ്ങളുടെ നേതാക്കളായിട്ട് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളേറെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ഓരോ കൂടിക്കാഴ്ചയും ഒരു ചർച്ചയായി കാണുന്നതിലാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു CPM നേതാവിനെ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP നേതാവിനെ കണ്ടു, അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് ചർച്ചയായി അതൊരു ഐക്യമായിട്ട് അതിനെ മാറ്റിമറിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ്. നടുവട്ടം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ ഖാദിരിയ ഹയർ സെക്കൻഡറി മദ്രസയ്ക്കായി പുനർനിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെയും സ്മാർട്ട് ക്ലാസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു.
മദ്രസ പരിസരത്ത് നടന്ന ചടങ്ങിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബഖവി തങ്ങൾ കെട്ടിട ഉദ്ഘാടനം നടത്തി. സമസ്ത കേന്ദ്ര മുശാവറാംഗം താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ഉമർ സഖാഫി കക്കിടിപ്പുറം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ, മുഹിദ്ദീൻ സഖാഫി വരവൂർ, ഇസഹാഖ് സഖാഫി കാരേക്കാട്, മരക്കാർ മുസ്ലിയാർ പള്ളം, നൌഷാദ് ചെരുവിൽ, ഉമ്മർ കൊറ്റുപുറത്ത്, ജിയാസ് കുന്നത്ത് പീടികയിൽ, മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, അലി മുസ്ലിയാർ തണ്ണിക്കടവ്, അബ്ദുൽ കരീം അമ്മറായിൽ, ഉമ്മർ പുത്തൻ പീടികയിൽ, സൈഫു കുറുഞ്ചമയിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.